ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പിൽസിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കൊരു കോണ്ടിജൻസി പ്ലാൻ പഠിക്കാനുണ്ട്. കോണ്ടിജൻസി പ്ലാൻ ഫോർ ഓയിൽ സ്പിൽസ് ഇൻ മറൈൻ എൻവയോൺമെൻറ്റ്, അങ്ങനെ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ആദ്യമായിട്ട് നമുക്ക് എന്താണ് അറിയേണ്ടത്, എന്താണ് ആദ്യം ഓയിൽ സ്പില്ല് എന്താണെന്ന് അറിയണം. ഓയിൽ സ്പില്ല് പഠിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ സ്പിൽസ് എന്തൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ അതാദ്യം നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഹസാർഡസ് മെറ്റീരിയൽ സ്പിൽസ്? ഹസാർഡസ് മെറ്റീരിയൽ സ്പിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ദോസ് ദാറ്റ് പോസ് ഡേഞ്ചർ ടു അവേഴ്സെൽസ് ഓർ അവർ എൻവയോൺമെൻറ്റ്. നമുക്കും നമ്മുടെ എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ടുമാണ് ഈ ഹസാർഡസ് മെറ്റീരിയൽസ്. ഡേഞ്ചർ ആയിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഹസാർഡസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദേ ഇൻക്ലൂഡ് കെമിക്കൽ, റേഡിയോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസ്. കെമിക്കൽ ഏജൻസ് ഉണ്ടായിരിക്കും, റേഡിയോളജിക്കൽ ഏജൻസ് ഉണ്ടായിരിക്കും, ബയോളജിക്കൽ ഏജൻസ് ഉണ്ടാവും. സം ഓഫ് ദം മേ danger if touched or inhaled or eaten. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ, ഇൻഹെയിൽ ചെയ്യുമ്പോൾ, ഈറ്റൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്താണ് കുറേ പോയ്സണസ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ റേഡിയോളജിക്കൽ സ്പിൽസ് ഉണ്ട്. റേഡിയോളജിക്കൽ സ്പിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആണ് ഉണ്ടാവുക. നമ്മൾ ജസ്റ്റ് അതിലൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വരെ നമുക്ക് എന്ത് ചെയ്യും, റേഡിയേഷൻ അടിച്ചിട്ട് നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. So next, this material can leach into our food supply, affecting the foodstuffs such as fish. When you eat those fish, some of these contaminants can cause significant health problems. അപ്പോൾ നമുക്ക് ഇത് ഡയറക്റ്റായി നമ്മളിലേക്ക് എത്താം, അല്ലാതെയോ നമ്മുടെ ഫുഡിലൂടെ നമ്മളെങ്ങനെയാണ് ഇപ്പം നമ്മുടെ മറൈൻ എൻവയോൺമെൻറ്റിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ വാട്ടറിലൊക്കെ ഇത് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ അക്വാറ്റിക് ആനിമൽസ് ഉണ്ടായിരിക്കും. അപ്പം ഇവർ ഫിഷ് പോലെയുള്ള അക്വാറ്റിക് ഓർഗാനിസംസ് ഇത് കൺസ്യൂം ചെയ്തിട്ട് നമ്മൾ അവരെ കഴിക്കുന്ന സമയത്ത് അവരുടെ ബോഡിയിലുള്ള ആ പോയിസൺ നമ്മുടെ ബോഡിയിലോട്ട് എത്താനും അത് നമുക്ക് വേണ്ട ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാനും കാരണമാവുന്നുണ്ട്. And spills may occur in lab manufacturing chemicals or in nuclear power facilities. അപ്പോൾ നമ്മൾ കുറച്ച് എവിടെയൊക്കെയാണ് സ്പിൽസ് ഉണ്ടാവാറുള്ളത് അങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ഓവർവ്യൂ പോലെ നമുക്ക് നോക്കാം. അപ്പോൾ എവിടെയാണ് സ്പിൽ മേ occur in lab manufacturing chemicals, or in nuclear power facilities. അവിടെയൊക്കെ സ്പിൽസ് ഉണ്ടാവും. സ്പിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒഴുകുക, അതാണ് സ്പില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംടൈംസ് ദോസ് ഒക്കർ ഓൺ റോഡ് വെൻ ലാർജ് ട്രക്ക് ട്രാൻസ്പോർട്ടിങ് ദീസ് മെറ്റീരിയൽ ഓവർ ടേൺ. അതായത് നമ്മളിപ്പം വലിയ ടാങ്കർ ലോറീസ് പോലെയുള്ള ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറേ ഇങ്ങനെയുള്ള കെമിക്കൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് മറിഞ്ഞു പോയി കഴിഞ്ഞാലൊക്കെ അവിടെ ഇപ്പം ഗ്യാസ് ആയാലും അത് ലീക്കേജ് ഉണ്ടാവും. അങ്ങനെ അത്രയും ഏരിയയാണ് ഇതിന് അഫക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ട്രെയിൻ ക്യാരിയിങ് ഹസാർഡസ് മെറ്റീരിയൽ ക്യാൻ ഡീറെയിൽ സ്പില്ലിങ് ദെയർ കണ്ടൻസ്. ഓക്കെ, എങ്ങനെയാണ് നമ്മളിപ്പം ട്രെയിനൊക്കെ ഡീറെയിൽമെൻ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ, അപ്പോൾ നമുക്ക് ഈ സ്പില്ലിംഗ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അതിലുള്ള കണ്ടൻറ്റിൻ്റെ ഇപ്പം ട്രെയിനിൽ നമ്മൾ ഹസാർഡസ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ട്രെയിനിന് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പില്ലിംഗ് ഉണ്ടായിരിക്കും. അതിലുള്ള കണ്ടൻറ്റ് പുറത്തു പോകും. അത് കാരണം അവിടുത്തെ എൻവയോൺമെൻറ്റ്, അവിടെ ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ അത് ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും. ദെൻ അടുത്ത് വരുന്നത് corrosive liquid like acid which can cause severe burns ഉണ്ടാക്കാം. Then explosives such as black powder which can obviously blow as up, and flammable compounds like gasoline which can set as and building on fire. Okay, then toxic substances such as mercury, ones that can severely damage our health. അപ്പം ഇതിൻ്റെയൊക്കെ സ്പില്ലേജ് നമുക്ക് കുറേ ബാഡ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ദെൻ പിന്നെ വരുന്നത് നമ്മൾ ബയോളജിക്കൽ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമിക്കലുണ്ട്, റേഡിയോളജിക്കലുണ്ട്, ബയോളജിക്കലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബയോളജിക്കൽ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടാവും. ബയോളജിക്കൽ വരുന്നത് ബയോളജിക്കൽ ഓർഗാനിസംസ് ലൈക്ക് HIV ഇൻഫെക്റ്റഡ് ദ സ്പെസിമെൻ. ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് സ്പില്ല് ഒരു സാധനം പെട്ടെന്ന് ഇങ്ങനെ ഔട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മളിൽ അത് എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബയോളജിക്കലായിട്ട് ഇതൊക്കെയാണ് വരുന്നത്.
Then radiological materials such as nuclear waste from a local nuclear power plant. ഇതും ഒരു സ്പില്ലാണ്. ദെൻ വാട്ട് ടു ഡു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇഫ് യു സീ ദ ഹസാർഡസ് മെറ്റീരിയൽ സ്പിൽ ഓഫ് എനി കൈൻഡ്സ്, ലീവ് ദിസ് ഏരിയ ഇമ്മീഡിയറ്റ്ലി അണ്ടിൽ ഇറ്റ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് പേഴ്സണൽസ്. നമ്മൾ ആ ഏരിയ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യണം. Then make sure to inform everyone around you about the spill and warn people heading towards the area or spill to stop and turn around. ഓക്കെ, ദെൻ നമ്മൾ ഈ ഏരിയയിലോട്ട് എന്താണ് എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അവിടേക്ക് ആരെയും കടത്തി വിടാൻ പാടില്ല. ദെൻ കോൾ എമർജൻസി സർവീസസ് ഇമ്മീഡിയറ്റ്ലി സോ ദേ ക്യാൻ ടേക്ക് കെയർ ഓഫ് the spill as soon as possible. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ആ സിറ്റുവേഷൻ. അങ്ങനെ ഒരു പെട്ടെന്ന് നമ്മുടെ ഒരു ടാങ്കർ ലോറിയൊക്കെ മറിഞ്ഞു, അവിടെ എന്തുണ്ടായി, അതിലെ ഓയിൽ, ചിലപ്പോൾ പെട്രോളിയം ഒക്കെ ക്യാരി ചെയ്യുന്ന ലോറീസ് ഉണ്ടായിരിക്കും. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഏരിയനെ വാക്വേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ എമർജൻസി സർവീസസിന് ഇത് അറിയിക്കണം. ദെൻ ഓയിൽ സ്പിൽസ്. ഇനി നമ്മൾ ഓയിൽ സ്പിൽസിനെ മാത്രം നോക്കാം. ഇപ്പം നമ്മൾ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പിൽസിനെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മളിനി ഓയിൽ സ്പിൽസ് എന്താണെന്ന് നോക്കാം. ആൻഡ് ഓയിൽ സ്പിൽ ഇസ് ദ റിലീസ് ഓഫ് ലിക്വിഡ് പെട്രോളിയം ഹൈഡ്രോകാർബൺ ഇൻ ടു എൻവയോൺമെൻറ്റ്, എസ്പെഷ്യലി ദ മറൈൻ എക്കോസിസ്റ്റം ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി ആസ് ഇസ് എ ഫോം ഓഫ് പൊല്യൂഷൻ. അതായത് എന്താണ്, നമ്മുടെ എക്കോസിസ്റ്റത്തിലേക്ക് കോമൺലി എങ്ങനെയാണ് മറൈൻ എക്കോസിസ്റ്റത്തിലോട്ടാണ് നമ്മുടെ ഓയിൽ എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഹൈഡ്രോകാർബൺ നമ്മളെ ഹ്യൂമൻ ആക്ടിവിറ്റി കാരണം റിലീസാവുന്നതാണ് നമ്മൾ ഓയിൽ സ്പിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഓയിൽ സ്പില്ല് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, കുറേ എൻവയോൺമെൻറ്റൽ എഫക്റ്റ് ഉണ്ടാവും, നമ്മുടെ ഹ്യൂമൻ നമ്മളെയും എഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. ദ ടേം ഈസ് യൂഷ്വലി ഗിവൺ ടു മറൈൻ ഓയിൽ സ്പിൽസ് വെർ ദ oil is released into ocean or coastal waters, but spills may also occur on land. നമ്മുടെ ലാൻഡിലും ഓയിൽ സ്പിൽസ് ഉണ്ടാവാറില്ലേ? ഇതുപോലെ തന്നെ ലോറിയൊക്കെ മറിഞ്ഞിട്ട്, ടാങ്കേഴ്സൊക്കെ മറിഞ്ഞിട്ട് ഓയിൽ സ്പിൽ ഉണ്ടാകാം. അല്ലെങ്കിൽ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം ലീക്കായിട്ടുള്ള സ്പിൽസ് ഉണ്ടാകാം. അപ്പം ഇതാണ് സ്പിൽസിൻ്റെ ഇമേജസ് എന്ന് പറയുന്നത്. പെട്രോളിയമൊക്കെ നമ്മളെ വെള്ളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുക. ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് കാരണം നമ്മുടെ സൺലൈറ്റിനൊന്നും വെള്ളത്തിൻ്റെ അടിയിലോട്ട് എത്താൻ പറ്റില്ല. അങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് സൺലൈറ്റ് ഒന്നും എത്തിയിട്ടില്ലെങ്കിൽ അത് ഇങ്ങനെ അക്വാറ്റിക് ആനിമൽസിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. നമ്മുടെ വെള്ളത്തിലോട്ട് ഓക്സിജൻ വരാതാകും. അങ്ങനെ കുറേ പ്രോബ്ലംസ്, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഇതിന് കാരണമാകും. അപ്പോൾ ഇത് രണ്ട് ഇമേജസാണ് നമ്മുടെ മറൈൻ ഓയിൽ സ്പില്ലിൻ്റെ കേട്ടോ. ദെൻ ഓയിൽ സ്പിൽ മേ ബി ഡ്യൂ ടു റിലീസ് ഓഫ് എന്തൊക്കെയാണ് ഓയിൽ സ്പിൽ ഉണ്ടാകാൻ കാരണം? ക്രൂഡ് ഓയിൽ ഫ്രം ടാങ്കേഴ്സ് നിന്ന് ക്രൂഡ് ഓയിൽ റിലീസ് ചെയ്തിട്ട് ഓയിൽ സ്പിൽ ഉണ്ടാകാം. ദെൻ ഓഫ് ഷോർ പ്ലാറ്റ്ഫോമിൽ നിന്ന് റിലീസാവാം. ദെൻ ഡ്രില്ലിംഗ് റിങ്സ് ആൻഡ് വെൽസ്. ദെൻ റിഫൈൻഡ് പെട്രോളിയം പ്രൊഡക്ട്സ്. ഇതൊക്കെ എന്താണ്, ഓയിൽ സ്പില്ലിന് കാരണമാവുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആണല്ലേ. അതായത് റിഫൈൻഡ് പെട്രോളിയം പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഗ്യാസോലിൻ, ഡീസൽ പോലെയുള്ള പ്രൊഡക്ട്സും ഓയിൽ സ്പില്ലിന് കാരണമാവാറുണ്ട്. ആൻഡ് ദെയർ പ്രൊഡക്ട്സും ബൈ പ്രൊഡക്ട്സും. ദെൻ ഹെവിയർ ഫ്യൂവൽസ് യൂസ്ഡ് ബൈ ലാർജ് ഷിപ്സ് സച്ച് ആസ് bunkers fuel or the spill of any oily refuse or waste oil. ഇതൊക്കെ എന്ത് കാരണമാവുന്നുണ്ട്? ഓയിൽ സ്പില്ലിന് കാരണമാവുന്നുണ്ട്. ദെൻ ഓയിൽ സ്പിൽ penetrate into the structure of plumage of birds and fur of mammals. അതായത് നമ്മുടെ ആനിമൽസ് എങ്ങനെയാണ്, ഇപ്പം ഓയിൽ സ്പില്ല് ഉണ്ടായി, ആ സ്ഥലത്ത് കുറച്ച് ആനിമൽസ് ഉണ്ട്, അല്ലെങ്കിൽ ബേർഡ്സ് ഉണ്ട്, അവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഇത് അവരുടെ ഫെദർ പോലെയുള്ള സ്ട്രക്ചറിലൊക്കെ പെനിട്രേറ്റ് ചെയ്ത് കളയും. അങ്ങനെ അവർക്ക് പറക്കാനൊന്നും കഴിയില്ല നമ്മുടെ. അതുപോലെ തന്നെ നമ്മുടെ മാമൽസൊക്കെ ആണെങ്കിൽ അവരുടെ പുറത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ, അതായത് അവരുടെ രോമത്തിലൊക്കെ ഇത് പറ്റിപ്പിടിച്ചിട്ടിരിക്കും. അപ്പോൾ അവരുടെ മൂവ്മെൻറ്റിനെ ഇത് affect ചെയ്യും. ആൻഡ് reducing its insulating ability and making them more vulnerable to the temperature fluctuations and much less buoyant in the water. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താണ്,
ഭയങ്കര ഇത് നമ്മുടെ പുറത്തുള്ള, അതായത് ഇതിൻ്റെ ഫെദർ അതുപോലെ തന്നെയുള്ള ഫെർ അതിനൊക്കെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരും കുറച്ചുകൂടെ ടെമ്പറേച്ചറിലേക്ക് എക്സ്പോസ്ഡ് ആവും. അങ്ങനെ ഇവരുടെ ഹെൽത്ത് ഇവരെ അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. ദെൻ ഇനി നമ്മൾ ക്ലീനപ്പ് ആൻഡ് റിക്കവറി പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കുറേ എഫക്റ്റൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം പെട്ടെന്ന് നമ്മൾ ഒരു എമർജൻസി സർവീസസിനെ വിവരം അറിയിച്ചു, എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം, എന്നിട്ട് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യണം ആ ഒരു ആക്സിഡൻറ്റിൽ നിന്ന്. അപ്പോൾ ക്ലീനപ്പ് ആൻഡ് റിക്കവറി ഫ്രം ഓയിൽ സ്പിൽ ഇസ് ഡിഫിക്കൽട്ട് ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ മെനി ഫാക്ടേഴ്സ്. കുറേ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കിതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ടൈപ്സ് ഓഫ് ഓയിൽ സ്പിൽഡ്, ഏത് ടൈപ്പ് ഓയിലാണ് സ്പില്ല് ചെയ്തത്, ദെൻ ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ ആൻഡ് ദ ടൈപ്പ് ഓഫ് ഷോർ ലൈൻസ് ആൻഡ് ബീച്ചസ് ഇൻവോൾവ്ഡ്. അപ്പം എന്താ വെച്ചാൽ ഇത്രയും ഈ 3 ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം നമ്മൾ എന്താണ് ക്ലീനപ്പും റിക്കവറിയും ചെയ്യുന്ന സമയത്ത്. അതായത് ഏത് ടൈപ്പ് ഓയിലാണ് സ്പ്രെഡ് ആയത്, പിന്നെ ഇപ്പം വാട്ടറിലാണെങ്കിൽ തന്നെ ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നോക്കണം, ദെൻ ടൈപ്പ് ഓഫ് ഷോർ ലൈൻസ് ഏതാണെന്ന് നോക്കണം. അപ്പം ശരിക്കും നമ്മൾ ഈ സ്പില്ലിനെ ക്ലീൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്താണ് വീക്സ് എടുക്കും, അല്ലെങ്കിൽ മന്ത്സ് എടുക്കും. ചിലതൊക്കെ ക്ലീൻ ചെയ്ത് വരാൻ ഇയേഴ്സ് തന്നെ എടുത്തിട്ടുണ്ട്. ദെൻ ഹ്യൂമൻ ഇമ്പാക്ട്സ് നമ്മൾ പറഞ്ഞു, എന്തൊക്കെ ഇമ്പാക്ട്സാണ് ഉണ്ടാക്കുക. ആൻ ഓയിൽ സ്പിൽ റെപ്രസെൻ്റ് ആൻ ഇമ്മീഡിയറ്റ് ഫയർ ഹസാർഡ് ഉണ്ടാക്കാം അല്ലേ. ഓയിലാണ് സ്പില്ലായിട്ടുള്ളത്, അപ്പം ഓയിലിലോട്ട് ഫയർ കയറാൻ എന്താ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ദെൻ സ്പിൽഡ് ഓയിൽ ക്യാൻ ഓൾസോ കണ്ടാമിനേറ്റ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈസ്, കണ്ടാമിനേഷൻ ഉണ്ടാക്കാം, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കാം. ദെൻ കണ്ടാമിനേഷൻ ക്യാൻ have economical impact on tourism and marine resources extraction industries. Okay, then environmental impact ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേർഡ്സിൻ്റെ പുറത്തൊക്കെ ഇത് പറ്റി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അവരുടെ മൂവ്മെൻറ്റിൻ്റെ, അവർക്ക് ഫ്ലൈ ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു പോകും. ഇതൊരു ഓയിൽ സ്പില്ലിൽ പെട്ടിട്ടുള്ള ബേർഡിൻ്റെ ഫിഗറാണ്. ദെൻ ഓയിൽ സ്പിൽ കോണ്ടിജൻസി പ്ലാനിങ്. ഇപ്പം നമ്മൾ ഓയിൽ സ്പിൽ എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് കോണ്ടിജൻസി പ്ലാനാണ്. കോണ്ടിജൻസി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിലോട്ട് ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, കോണ്ടിജൻസി പ്ലാന്. അപ്പോൾ കോണ്ടിജൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഫ്യൂച്ചറിൽ നടക്കാനായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഇവൻറ്റ് വിച്ച് ഇസ് പോസിബിൾ, അതായത് ഭാവിയിൽ പോസിബിൾ ആവാവുന്ന ഒരു ഇവൻറ്റിനെയാണ് നമ്മൾ കോണ്ടിജൻസി എന്ന് പറയുന്നത്. അപ്പം വിച്ച് കനോട്ട് ബി പ്രെഡിക്റ്റഡ് വിത്ത് സെർട്ടനിറ്റി, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം കോണ്ടിജൻസി പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പയറിങ് ആൻ ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ടു ടേക്ക് ബൈ ഓർഗനൈസേഷൻ ഇൻ ദ ഇവൻറ്റ് ഓഫ് ക്രൈസിസ് ഓർ ആൻ എമർജൻസി. ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനിനെയാണ് നമ്മൾ കോണ്ടിജൻസി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓയിൽ സ്പിൽ കോണ്ടിജൻസി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഓയിൽ സ്പില്ല് ഉണ്ടാവുന്ന സമയത്ത് അതിനെ മാനേജ് ചെയ്യാനുള്ള പ്ലാനിനെയാണ് ഓയിൽ സ്പിൽ കോണ്ടിജൻസി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓയിൽ സ്പിൽ കോണ്ടിജൻസി പ്ലാനിങ് ഷുഡ് പ്രൊവൈഡ് സൈറ്റ് സ്പെസിഫിക് പ്രൊസീജിയർ ഡീറ്റെയിൽ that address various spill scenarios and situations. Okay, then despite complexity and varied nature, a well designed contingency plan should be easy to follow. അപ്പോൾ നമുക്കിത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സിറ്റുവേഷൻ നമുക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. Although the plans can be vastly different, they typically have 4 major elements. ഓരോ സ്പില്ലിനും നമ്മൾ ഓരോ പോലത്തെ പ്ലാനാണ് ഉണ്ടാക്കുക, അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ്. പക്ഷെ നമ്മൾ അതിന് എന്താണ് ബേസിക്കായിട്ട് 4 സ്റ്റെപ്സ് എല്ലാത്തിലും കോമൺ ആയിട്ട് വരണം. എന്തൊക്കെയായിരിക്കും അത്? ആദ്യം നമ്മൾ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷനാണ്, അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എമർജൻസി പ്ലാൻ പറഞ്ഞ സമയത്തും അങ്ങനെ എല്ലാത്തിലും നമ്മൾ ആദ്യം ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷനാണ് ചെയ്യുന്നത്. ദെൻ വൾണറബിലിറ്റി അനാലിസിസ്, ദെൻ റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് റെസ്പോൺസ് ആക്ഷൻ. ഇതാണ് 4 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ആദ്യമായിട്ട് വരുന്നതാണ് ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ. ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ
ഹസാർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിലുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷനിൽ നടക്കുന്നത്. ന്യൂമറസ് വാരിയഡ് ക്രൈറ്റീരിയ സച്ച് as ലൊക്കേഷൻ, ക്ലൈമറ്റ്, സിവിയർ വെതർ potential, operations, logistics, equipments, spill trajectory or facility dynamics can create situation that can affect the ability of response person to contain and clean up an oil spill. These hazards should be identified and process put in place counteract challenge caused by each specific situation. It may be possible by certain identified hazard to be mitigated, essentially eliminated by hazards altogether. അപ്പോൾ നമ്മൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം ആദ്യം. ദെൻ നമ്മൾ EPA പറഞ്ഞതനുസരിച്ച് അക്കോർഡിംഗ് ടു EPA the following information is usually collected as a part of hazard identification. ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ടൈപ്പ് ഓഫ് ഓയിൽ ഫ്രീക്വൻലി പ്രൊഡ്യൂസ്ഡ് അറ്റ് സ്റ്റോർഡ് ഇൻ ഓർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ദാറ്റ് ഏരിയ. നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഏരിയയിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുള്ള type of fuel oil. Then location where oil is stored in large quantities. Then mode of transportation used to move the oil such as pipeline, trucks, rails, or tankers. Possible extreme weather conditions. Then location of response equipments and trained response personnel. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിസാസ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് വൾണറബിലിറ്റി അനാലിസിസ് ആണ്. അതിലെന്തൊക്കെയാണ് it is critical to identify and provide detailed information regarding the ഏരിയനെ കുറിച്ചിട്ടുള്ള then natural and economic resources that may be comprised or destroyed if spill were occur. ആ spill occur ചെയ്തിട്ടുള്ള social, natural and economical resources അതിനെ കുറിച്ചിട്ടുള്ള ഡാറ്റയൊക്കെ ഇതിൻ്റെ അകത്ത് ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് ദിസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദിസ് നോൺ ഫെസിലിറ്റി റിലേറ്റഡ് എൻറ്റൈറ്റീസ് ഇൻ path of spill or response should guide response personnel to make reasonable, well-informed response action to protect public health and environment. Okay. Then vulnerability analysis information should include the following. അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? A list of sensitive facilities such as school, nursing homes, hospital, etc. and individual points of contact for each facility. നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? സ്കൂൾസ്, നഴ്സിംഗ് ഹോംസ്, അതിൻ്റെയൊക്കെ ലിസ്റ്റ് ആ ഏരിയത്തത് നമ്മൾ കൊടുക്കണം. ദെൻ ലിസ്റ്റ് ഓഫ് പബ്ലിക് സേഫ്റ്റി ഏജൻസീസ് ഓർ ഒഫീഷ്യൽസ് ഇൻ അഡ്ജസ്റ്റന്റ് ആൻഡ് നിയർ ബൈ കമ്മ്യൂണിറ്റീസ്. Public safety agencies and informations. Then list of large gatherings, recreational areas such as campgrounds, parks, malls, അതിൻ്റെ ഇൻഫർമേഷൻ ലിസ്റ്റ് വേണം. Then calendar list of special events and points of contact. Then identification of a part of environment that are particularly susceptible to oil or water pollution such as water resources, beaches, forms. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വൾണറബിലിറ്റി അനാലിസിസിൻ്റെ അകത്ത് കൊടുക്കേണ്ടത്. ഇത്രയും പോയിൻറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വരുന്നത് റിസ്ക് അസസ്മെൻ്റ് ആണ്. റിസ്കിനെ അസസ് ചെയ്യുന്നതാണ്. ദിസ് അസസ്മെൻറ്റ് ക്വാണ്ടിറ്റീസ് that the hazard and the vulnerability to address the potential impact of the spill on its surrounding. Okay, in the surrounding ഇതിൽ നമ്മൾ എന്തൊക്കെ അസസ് ചെയ്യേണ്ടത്? ഹസാർഡ്സിനെ അസസ് ചെയ്യണം വേണ്ടേ? സ്പിൽസും അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ഹസാർഡ്സിനെയൊക്കെ നമ്മൾ അസസ് ചെയ്യണം. Then the contingency plan should be address best possible spill contaminant measures, how to prevent certain pollution or environment from exposure to oil, what can be done to repair the damage done by spills. അപ്പോൾ ഇതൊക്കെയാണ് ഇൻവോൾവ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്?
how to prevent certain population or environment from exposure to oil എന്നുള്ള എക്സ്പോഷർ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ദെൻ അതുപോലെ തന്നെ വാട്ട് ക്യാൻ ബി ഡു, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടു റിപ്പയർ ദ ഡാമേജ് ബൈ ദ സ്പില്ല് കാരണമുള്ള ഡാമേജ് എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിന് എതിരെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ കോണ്ടിജൻസി പ്ലാനിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. ദെൻ റെസ്പോൺസ് ആക്ഷൻ ആണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എന്താണ് വരുന്നത്, ദ എംപ്ലോയീസ് ആൻഡ് റെസ്പോണ്ടേഴ്സ് ഷുഡ് ട്രെയിൻ ആൻഡ് exercise the assigned spill response action in order to minimize the hazard to human health and environment. ഓക്കെ, അപ്പോൾ നമ്മൾ എംപ്ലോയി റെസ്പോൺസ് ട്രെയിൻഡ് ആയിരിക്കണം നമ്മുടെ സ്പിൽ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഹസാർഡ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ട്രെയിൻഡ് ആവണം. ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് അപ്ലിക്കബിൾ ലെവൽ ഓഫ് ഗവൺമെൻറ് ആൻഡ് ഇൻഡസ്ട്രി ഷുഡ് ബി കൺസൾട്ടഡ് ആൻഡ് ഇൻകോപ്പറേറ്റ് ദ ഓയിൽ സ്പിൽ റെസ്പോൺസ് ആൻഡ് കോണ്ടിജൻസി പ്ലാനിങ്. എല്ലാവരും ഇതുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യണം, എന്താ നമ്മുടെ പ്ലാനുമായിട്ട്. Without the full participation of personnel, responders, contractors and government entities, the plan may lack validity, credibility and effectiveness. അപ്പോൾ ഇതെന്താ, എല്ലാവരും ഇതിലും ഇൻവോൾവ് ആയി കഴിഞ്ഞാലേ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് കാരണമാവുള്ളൂ, നമുക്കൊരു ഗുണം ഉണ്ടാവുള്ളൂ. അതുമല്ല നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും എംപ്ലോയീസ് ആൻഡ് റെസ്പോണ്ടേഴ്സ് എന്ത് ചെയ്യണം, ട്രെയിൻഡ് ആയിരിക്കണം, വെൽ ട്രെയിൻഡ് ആയിരിക്കണം നമ്മൾ ഈ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോണ്ടിജൻസി പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു മെറ്റീരിയലും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ.